ഹായ് കുഞ്ഞുങ്ങളെ, നമ്മുടെ ബൈബിൾ യാത്രയ്ക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ തവണ ദൈവം എത്ര അത്ഭുതകരമായി 6 ദിവസങ്ങൾക്കുള്ളിൽ മുഴുവൻ ലോകവും സൃഷ്ടിച്ചതായി കണ്ടല്ലോ. ഇന്ന് നമുക്ക് കുറച്ച് അടുത്തേക്ക് പോയി ലോകത്തിലെ ആദ്യത്തെ മനുഷ്യരെ കാണാം, അവരുടെ ആദ്യത്തെ വലിയ തീരുമാനത്തെയും. ദൈവം ആദാമിനും ഹൗവയ്ക്കും ഒരിടം സമ്മാനിച്ചു. അതിന്റെ പേര് ഏദൻ തോട്ടം. അവിടെ നിരവധി ഫലവൃക്ഷങ്ങളുണ്ടായിരുന്നു, പഴക്കമുള്ള നീരൊഴുക്കുകളും. എല്ലായിടത്തും മൃഗങ്ങളും സന്തോഷത്തോടെ സഞ്ചരിച്ചിരുന്നു. എല്ലാം അതിമനോഹരം. കാരണം ദൈവം അവർക്കായി തന്നെയാണിതെല്ലാം സൃഷ്ടിച്ചത്. പക്ഷേ ദൈവം ഒരു പ്രധാന നിയമം പറഞ്ഞു: ഈ തോട്ടത്തിലെ എല്ലാ പഴവും നിങ്ങൾക്ക് കഴിക്കാം, പക്ഷേ നടുവിലുള്ള ഒരു മരത്തിന്റെ ഫലം മാത്രം കഴിക്കരുത്. അത് നന്മയും തിന്മയും തിരിച്ചറിയുന്ന അറിവിന്റെ വൃക്ഷമായിരുന്നു. ദൈവം അവരെ തന്റെ വഴിയെ വിശ്വസിച്ച് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിച്ചു. കാരണം സ്നേഹമെന്നും ഒരു തിരഞ്ഞെടുപ്പാണ്, അല്ലേ? പക്ഷെ ആ തോട്ടത്തിൽ ഒളിഞ്ഞിരുന്നതായി മറ്റൊന്നുമുണ്ടായിരുന്നു, ഒരു പാമ്പ്. വളരെ ചതിയുള്ളതും ഭയങ്കരമായതുമായ. ഒരു ദിവസം ഹൗവ ആ വൃക്ഷത്തോട് അടുക്കി നടന്നു. പാമ്പ് അവളോട് ചോദിച്ചു: സത്യമേ, ദൈവം ആ മരത്തിന്റെ ഫലം കഴിക്കരുതെന്ന് പറഞ്ഞു? ഹൗവയെ ചിന്തയിൽ കണ്ടപ്പോൾ പാമ്പ് കപടമായി ചിരിച്ചു: ആ ഫലം കഴിച്ചാൽ നിങ്ങൾക്കും ദൈവത്തെപ്പോലെയായിരിക്കും, അതുകൊണ്ടാണ് ദൈവം വിലക്കിയത്. ഹൗവ ഫലത്തെ നോക്കി. അവളുടെ മുഖത്ത് സംശയവും അത്ഭുതവും നിറഞ്ഞു. പാമ്പ് പറഞ്ഞു: ഇത് കഴിച്ചാൽ നിങ്ങൾക്ക് അറിവും ജ്ഞാനവും ലഭിക്കും. ഫലം വളരെയധികം മനോഹരമായി തോന്നി. അവൾ ഒന്നും മടിച്ചെങ്കിലും കൈ നീട്ടി അത് എടുത്തു. ഹൗവ ഫലം കഴിച്ചു. ആദാമിനും കൊടുത്തു, അവനും കഴിച്ചു. പെട്ടെന്നെല്ലാം മാറി. അവർക്കകത്തൊരു വിചിത്രമായ മാറ്റം തോന്നി. മുൻപ് സന്തോഷമായിരുന്ന തോട്ടം ഇപ്പോൾ നിശബ്ദവും ദുഃഖകരവുമായിരുന്നു. അവർ സ്വന്തം നഗ്നത കണ്ട് ലജ്ജിച്ചു. ആദ്യമായി അവർ ഭയത്തെ അനുഭവിച്ചു. അവർ ദൈവത്തിൽ നിന്ന് ഒളിക്കാൻ ശ്രമിച്ചു. മൃഗങ്ങൾക്ക് പോലും ഇത് ശരിയല്ലെന്ന് തോന്നി. ആദാമേ, നീ എവിടെയാണെന്ന് ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ ആദാം ഒളിച്ചിരുന്നതായിരുന്നു. എന്നാലും ദൈവം സ്നേഹത്തോടെ അടുത്തു വന്നു, അവരെ വിളിച്ചു. ദൈവം അവരെ വളരെ സ്നേഹിച്ചു. പക്ഷേ പാപം മനുഷ്യൻ മുഖേന ലോകത്തേക്ക് കടന്നുവന്നു. ഇനി അവർക്ക് ഏദൻ തോട്ടത്തിൽ തുടരാനാകില്ല. മുൻപ് പോലെ ദൈവത്തോടൊപ്പം നടക്കുകയും കഴിയില്ല. എങ്കിലും ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ടായിരുന്നു, രക്ഷയുടെ പദ്ധതി. കാരണം നാം തെറ്റ് ചെയ്താലും ദൈവം നമ്മെ ഒരിക്കലും വിട്ടേക്കില്ല. ദൈവം വാഗ്ദാനം ചെയ്തു: ഒരു ദിവസം ഒരാളെ ഞാൻ അയക്കും, അവൻ മനുഷ്യരെ പാപത്തിൽ നിന്ന് രക്ഷിക്കും. ആ രക്ഷകൻ തന്നെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. അടുത്ത വീഡിയോയിൽ 2 സഹോദരന്മാരുടെ കഥയിലൂടെയായി മനസ്സിനെക്കുറിച്ചുള്ള ഒരു വലിയ പാഠം നമുക്ക് പഠിക്കാം. കെയ്ൻ ആബേൽ കഥ മറക്കാതെ കാണൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നെഹമ്യ സ്റ്റോറി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.